ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദൂസ് ഇൻ വണ്ടർലാൻഡ്. ഇന്ന് നമുക്ക് മുത്തശ്ശിക്കഥ പോലത്തെ ഒരു സ്റ്റോറി കേട്ടാലോ? രാജകുമാരിയായ ഡോക്ടർ. കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. സോഗ് എന്ന പണ്ടത്തെ മുത്തശ്ശിക്കഥയെ ആസ്പദമാക്കി 2021 റിലീസ് ചെയ്ത ഒരു ഷോർട്ട് മൂവിയാണ് സോഗ് ആൻഡ് ദ ഫ്ലൈയിങ് ഡോക്ടേഴ്സ്. സോഗ് എന്ന തീ ഊതുന്ന ഡ്രാഗനും അവരുടെ കൂടെ 2 ഡോക്ടറും, ഡോക്ടർ അപ്പുക്കുട്ടനും ഡോക്ടർ പ്രിൻസസ് പേളും. അപ്പുക്കുട്ടന് ഈ മൂവിൽ ഒറിജിനൽ നെയിം ഉണ്ട്, എന്നാൽ അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ബോറിങ്ങും ആയിരിക്കും. അതുകൊണ്ടാണ് ക്യൂട്ടായി അപ്പുക്കുട്ടൻ എന്ന് പേരിട്ടത്. അപ്പോൾ കുട്ടികളെ, മുത്തശ്ശി കഥ പറയാൻ പോവുകയാണ്. പണ്ട് ഒരു അതിമനോഹരമായ പ്രദേശത്ത് ഒരു വലിയ രാജകൊട്ടാരം ഉണ്ടായിരുന്നു. അവിടെ സുന്ദരിയായ ഒരു രാജകുമാരിയുണ്ട്, പ്രിൻസസ് പേൾ. ചെറുപ്പത്തിലെ അവൾക്ക് ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവളുടെ കുട്ടിക്കാലത്തെ വിനോദങ്ങളിൽ അവൾ കൂടുതൽ ഏർപ്പെട്ടിരുന്നത് തന്റെ പാവകളെ രോഗികളാക്കി താൻ ഒരു ഡോക്ടറിന്റെ വേഷം കെട്ടി അവരെ ചികിത്സിക്കുന്ന കളിയിലായിരുന്നു. അവളുടെ അമ്മാവനാണ് ഇപ്പോൾ ഈ കൊട്ടാരം ഭരിക്കുന്ന രാജാവ്. തന്റെ മകളെ പോലെ തന്നെയാണ് അദ്ദേഹം നമ്മുടെ പ്രിൻസസ് പേളിനെ നോക്കിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അവളുടെ ഈ ഡോക്ടർ കളിയും അവളുടെ ഈ ആഗ്രഹം ഒന്നും ഇഷ്ടമല്ലായിരുന്നു. തനിക്കൊരു ഡോക്ടറായി രോഗികളെ ചികിത്സിച്ച് അതിലൂടെ സന്തോഷം കണ്ടെത്തണമെന്ന് പേൾ പറയുമ്പോൾ അദ്ദേഹം, എന്റെ സന്തോഷം നീ രാജഭരണമനുസരിച്ച് ഒരു രാജകുമാരിയാകണമെന്ന് പറയും. പേളിനെന്നാൽ ഈ കാര്യത്തോട് മാത്രം യാതൊരു യോജിപ്പില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നമ്മുടെ പേൾ വലുതായി. അവളുടെ ആഗ്രഹം പോലെ തന്നെ ഡോക്ടർ പ്രിൻസസ് പേളായി മാറി. അവൾക്ക് കൂട്ടിനായി സോഗ് എന്ന തീയൊതുന്ന ഡ്രാഗനെയും അപ്പുക്കുട്ടൻ ഡോക്ടറെയും കിട്ടി. ഇവർ മൂവർ സംഘം അറിയപ്പെട്ടിരുന്നത് ഫ്ലൈയിങ് ഡോക്ടേഴ്സ് എന്നായിരുന്നു. സോഗ് ഡ്രാഗൺ നന്നായി പറക്കും, തീയൂതും, എന്ന ശരിയായി ലാൻഡ് ചെയ്യാൻ അറിയില്ല. ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ പാറപ്പുറത്തോ പുഴയിലോ ആയിരിക്കും അവന്റെ ലാൻഡിങ്. ഇതിലെല്ലാം പണി കിട്ടുന്നത് നമ്മുടെ അപ്പുക്കുട്ടൻ ഡോക്ടർക്ക് തന്നെ. അങ്ങനെ മൂവർ ഡോക്ടർ സംഘം മൃഗങ്ങളെയെല്ലാം ചികിത്സിച്ച് അവരുടെ സന്തോഷം കണ്ടെത്തുകയാണ്. അവർ വളരെ വേഗത്തിൽ ഉയരങ്ങളിലേക്ക് പറക്കും, കാരണം ഒരു രോഗിയും അവരുടെ ആശ്രയം കിട്ടാതെ ബുദ്ധിമുട്ടരുത്. അങ്ങനെ അവർ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. കടലിന്റെ നടുക്കെയുള്ള ഒരു പാറയിലിരുന്ന് ഒരു മത്സ്യകന്യക വിങ്ങിപ്പൊട്ടി കരയുന്നു. സോഗിന്റെ ലാൻഡിങ് അപ്പുക്കുട്ടനിക്ക് കിട്ടിയ പണി. അപ്പേൾക്ക് പ്രശ്നം അന്വേഷിക്കുമ്പോൾ മത്സ്യകന്യകയുടെ സോഫ്റ്റ് സ്കിന്നെല്ലാം റെഡ് കളറായി നിൽക്കുകയാണ്. മത്സ്യകന്യക കൊച്ചിന് നല്ല ടെൻഷനുണ്ട് തന്റെ സ്കിന്നൊന്ന് മാറിയതിൽ. പേൾ തന്റെ ബാഗിലുള്ള സ്പെഷ്യൽ ക്രീം എടുത്ത് മത്സ്യകന്യകയുടെ സ്കിന്നിൽ തേച്ചു കൊടുത്തു. വെയിലൊന്നും കൊള്ളണ്ട കൊച്ചെ എന്ന് പറഞ്ഞ് പേള് ഒരു തൊപ്പിയും ഫ്രീ ആയി കൊടുത്തു. മത്സ്യകന്യക ഡബിൾ ഹാപ്പി. വീണ്ടും മൂവർ സംഘയാത്ര തുടർന്നു. മേഘങ്ങളിലൂടെ പറന്ന് കാറ്റെല്ലാം കൊണ്ടുവരുമ്പോൾ ദാ നിൽക്കുന്നു ഒരു യൂണിക്കോങ് മരം കൊമ്പ് പിടിച്ചു നിൽക്കുന്നു. അവർ നേരെ താഴത്തേക്ക് ലാൻഡ് ചെയ്തു. ഈ പ്രാവശ്യം ഒരു കുറ്റിക്കാട്ടിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത്. മരക്കമ്പനിക്കാർ മരം പിടിച്ചു നിൽക്കുന്നത് പോലെയാണ് യൂണിക്കോൺ തന്റെ കൊമ്പിലുള്ള മരവുമായി നിൽക്കുന്നത്. സോഗ് ഓടിച്ചെന്ന് ആ മരം എടുത്തു മാറ്റിക്കൊടുത്തു. യൂണിക്കോൺ സന്തോഷത്തോടെ ദാ പോകുന്നു. ദാ പിന്നെയും വരുന്ന ഒരു കൊമ്പുമായി. വല്ലാത്ത കഷ്ടമായല്ലോ. ഡോക്ടർ അപ്പുക്കുട്ടൻ വാളുമായി ഒറ്റ വിട്ട്. യൂണിക്കോണിനെ കൊല്ലാനല്ലോ, ആ കൊമ്പ് മുറിച്ചു കളയാനാണ്. ഇപ്പോ പുള്ളിക്കാരൻ ഒറ്റ കൊമ്പനാണ്. സന്തോഷത്തോടെ യൂണിക്കോണിനോട് യാത്ര പറഞ്ഞ് അവർ പറന്നുയർന്നു. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ചിം എന്ന് പറഞ്ഞ് ആരോ തുമ്മിക്കൊണ്ട്, എനിക്ക് പനിയാണ്, സഹായിക്കണേ എന്ന് പറയുന്നു. അതൊരു സിംഹമായിരുന്നു. അവർ കല്ലിൽ ലാൻഡ് ചെയ്തു. പേള് യാതൊരു ഭയവുമില്ലാതെ ആ സിംഹത്തിന്റെ അടുത്തേക്ക് പോയി പരിശോധിച്ചു. ഭാഗ്യം, കൊറോണയൊന്നുമല്ല. പേള് ആ സിംഹത്തിനെ അതിന്റെ ഗുഹയിൽ കൊണ്ടുപോയി കിടത്തി. സിംഹത്തിന് നല്ല പനിയുണ്ട്. ഗുഹയുടെ ഉള്ളിലെ തണുപ്പ് കാരണം സിംഹം വിറക്കുകയാണ്. അപ്പുക്കുട്ടൻ കുറച്ച് വിറകു കൊണ്ടുവന്നു. സോഗ് അതിൽ തീയൂതി കത്തിച്ചു. ഗുഹയുടെ ഉള്ളിൽ ഇപ്പോൾ നല്ല ചൂടാണ്. സിംഹം നന്ദി പറഞ്ഞു. അവർ പിന്നെയും യാത്ര തുടർന്നു. ഇപ്പോൾ പറക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടത് കഠിനമായ മഴയെയും കാറ്റിനെയും ഇടിമിന്നലിനെയുമാണ്. സോക്കിന് മുന്നോട്ട് പറക്കാൻ സാധിക്കുന്നില്ല. പേള് മേഘങ്ങൾക്കിടയിലൂടെ താഴെയുള്ള തന്റെ കൊട്ടാരം കാണുന്നു. വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് പേള് നമുക്ക് കൊട്ടാരത്തിൽ ഇറങ്ങാം എന്ന് പറയുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ സോക്കിന്റെ ലാൻഡിംഗ് അത്ര നല്ലതല്ലായിരുന്നു. രാജാവിന്റെ ശില്പം തന്നെ താഴെയിട്ട് പൊട്ടിച്ച് ശബ്ദം കേട്ട് വന്ന രാജാവ് ദേഷ്യപ്പെട്ടിട്ട്, പ്രിൻസസ് പേൾ, നിന്റെ ഡ്രസ് എവിടെ? കിരീടം എവിടെ? അങ്കിൾ, ഞാനൊരു ഡോക്ടറാണ്. ആണോ? എന്നാ നീ ഇവിടെ രാജകൊട്ടാരത്തിലെ രാജകുമാരിയാണ്. സൈനികരെ, രാജകുമാരി
പേളിയെ അവളുടെ റൂമിൽ കൊണ്ടുപോയി ആക്കൂ. അതുപോലെ സോഗിനെയും അപ്പുക്കുട്ടനെയും സൈനികർ പിടിക്കാൻ വരുമ്പോൾ അവർ അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നു. ഇപ്പോൾ പ്രിൻസസ് പേൾ തടവിലാക്കപ്പെട്ട തന്റെ മുറിയിൽ ഗൗണിട്ട് കിരീടം അണിഞ്ഞ് അവിടെയുള്ള ഒരു അമ്മച്ചിയുടെ നേതൃത്വത്തിൽ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത ജോലി എന്ന കണ്ണാടയിട്ട അമ്മച്ചിയെ അതൊന്നിനും സമ്മതിക്കുന്നില്ല. അവിടെ സോഗും അപ്പുക്കുട്ടനും പേളിനെ രക്ഷിക്കാനുള്ള പെടാപ്പാടിലാണ്. എന്നാൽ ഓരോ ഐഡിയയും ചീറ്റിക്കൊണ്ടിരിക്കുന്നു. അവിടെ പേളും റൂമിൽ നിന്ന് പുറത്ത് കടക്കാൻ നോക്കുന്നുണ്ട്. എന്നാ സംഗതി നടക്കണ്ടേ? അതിനിടെ നമ്മുടെ അമ്മച്ചിയുടെ കയ്യിൽ ഒരു മുറിയായപ്പോൾ പേള് തന്നെ മരുന്നുണ്ടാക്കി ആ മുറി ഭേദമാക്കി. വീണ്ടും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അതിനിടെ അമ്മച്ചി അവിടേക്ക് വന്നപ്പോൾ പേള് പെട്ടു എന്നാ വിചാരിച്ചത്. എന്നാ അസുഖം ബാധിച്ച തന്റെ പൂച്ചയെ കാണിക്കാനാണ് അമ്മച്ചി അവിടേക്ക് വന്നത്. പേളിന്റെ കയ്യിലാണോ അതിനുള്ള പ്രതിവിധി ഇല്ലാത്തത്. പേള് ഉടനെ തന്നെ ഒരു മരുന്നുണ്ടാക്കി അമ്മച്ചിയുടെ പൂച്ചക്ക് നൽകി അതിനെ ഭേദമാക്കി. രാജാവ് ഇടക്ക് വന്ന് നോക്കുന്നുണ്ട് എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്നുണ്ടോ എന്ന്. പുള്ളിക്കാരന്റെ കൈ ഓറഞ്ച് നിറമായിരിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. പേളിനോട് ദയ തോന്നിയ അമ്മച്ചി തന്റെ പൂച്ചയുടെ കഴുത്തിൽ ആ റൂമിന്റെ താക്കോൽ വെച്ചു കൊടുക്കുന്നു. പേള് അത് കണ്ട് സന്തോഷിക്കുന്നു. ആരും കാണാതെ റൂം തുറന്ന് മെല്ലെ മെല്ലെ നടക്കുമ്പോൾ അങ്കിളിന്റെ റൂമിൽ നിന്ന് അതാ ചുമയുടെ സൗണ്ട്. മുന്നിലാണെങ്കിൽ പുറത്തേക്കുള്ള വാതിലും. പേള് രണ്ടും കൽപ്പിച്ച് അങ്കിളിന്റെ മുറിയിലേക്ക് പോയി നോക്കുമ്പോൾ അങ്കിൾ പൂർണ്ണമായും അസുഖം ബാധിച്ച് കിടപ്പിലാണ്. അങ്കിളിനെ അങ്ങനെ വിട്ടിട്ട് പോകാൻ പേളിന് കഴിഞ്ഞില്ല. അവൾ തന്റെ കിരീടവും ഗൗണുമെല്ലാം അയച്ച് അവളുടെ ഡോക്ടർ കോട്ട് ഇട്ട് ലൈബ്രറിയിലേക്ക് പോയി. അസുഖത്തിന്റെ മറുമരുന്ന് കണ്ടെത്താൻ അവൾ ഒരുപാട് റിസർച്ച് ചെയ്തു. ഒരുപാട് അസുഖത്തെ പറ്റി പഠിച്ചു. അവളെ കൊണ്ടുപോകാൻ സോഗും അപ്പുക്കുട്ടനും വന്നെങ്കിലും തന്റെ അങ്കിൾ അപകടത്തിലാണെന്നും അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അവൾ പറയുന്നു. അവിടെ അങ്കിളിനെ ചികിത്സിക്കാനായി ഒരുപാട് ഡോക്ടേഴ്സ് വന്നു. എന്നാൽ അവർക്കാർക്കും ഇതെന്ത് അസുഖമാണെന്നോ ഇതിന്റെ മറുമരുന്ന് എന്താണെന്നോ അറിയില്ലായിരുന്നു. അങ്കിളിന്റെ ദേഹമാകെ ഓറഞ്ച് നിറം പടർന്നിട്ടുണ്ട്. മറുമരുന്ന് കണ്ടെത്താൻ കഴിയാത്ത സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് പേളി രണ്ട് കിളികളെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് അവൾക്ക് ഒരു ഉത്തരം കിട്ടി. അവൾ ഉടനെ തന്നെ ലൈബ്രറിയിലേക്ക് പോയി ഒരു പക്ഷി ബുക്ക് എടുത്തിട്ട് അത് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അവൾക്ക് അസുഖം എന്താണെന്ന് മനസ്സിലായി. ഓറഞ്ച് ഫീവർ, ഓറഞ്ച് പനി എന്ന് പറയും. അതിനുള്ള മരുമരുന്നായി അതിലെഴുതിയിട്ടുള്ളത് സിംഹത്തിന്റെ തുമ്പലിൽ നിന്ന് വരുന്നത്, യൂണിക്കോണിന്റെ കൊമ്പ്, പിന്നെ മത്സ്യകന്യകയുടെ ചെറിയ ചെറു ഷെല്ലുകൾ, പിന്നെ ഏറ്റവും നല്ല ചീസ് അത് കൊട്ടാരത്തിലുണ്ട്. ഇതെല്ലാം സോഗിനോടും അപ്പുക്കുട്ടനോടുമായി കൊണ്ടുവരാൻ പറയുന്നു. അവർ രണ്ടുപേരും പറന്നു ഉയരുകയാണ് വളരെ ദൂരത്തിൽ, വളരെ വേഗത്തിൽ. അവിടെയും ഇവിടെയും വീണിട്ടാണെങ്കിലും 3 പേരുടെ കയ്യിൽ നിന്ന് പറഞ്ഞ സാധനങ്ങൾ വാങ്ങിയിട്ട് വളരെ ടയേർഡായിട്ടാണെങ്കിലും കൂടി അവർ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. പേളിന് വളരെ സന്തോഷമായി. സോഗും അപ്പുക്കുട്ടനും ഹഗ് ചെയ്തപ്പോൾ അവർ നിന്നിരുന്ന സ്ഥലം പൊട്ടി താഴെ വീണു. അവിടെയാണെങ്കിൽ സൈനികരും ഉണ്ടായിരുന്നു. അവരവരെ പിടിക്കാനായി ഓടി പിന്നാലെ. അങ്ങനെ പേള് കിട്ടിയ വസ്തുക്കൾ വെച്ച് മറുമരുന്നുണ്ടാക്കി അങ്കിളിന്റെ റൂമിലേക്ക് പോയി. വയ്യാത്ത അവസ്ഥയിലാണെങ്കിൽ കൂടി പേള് ഡോക്ടർ ഡ്രസ് ഇട്ട് നിൽക്കുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് അങ്കിൾ അവളെ ചീത്ത പറയാൻ പോവുമെങ്കിലും എന്നാൽ അതിനു പോലും അങ്കിളിന് പറ്റില്ല. മരുന്ന് കഴിക്കില്ല എന്ന വാശിയിൽ ഒരു കുട്ടിയെ പോലെ പിണങ്ങി കിടക്കുകയാണ്. സോഗിനെയും അപ്പുക്കുട്ടനെയും സൈനികർ പിടിച്ചില്ല എന്നതിൽ നിൽക്കുമ്പോൾ സോഗ് സൈനികർക്ക് നേരെ തീയൂതി. അതിലൊരു സൈനികൻ വന്ന് സോഗിന്റെ വാഹയിലേക്ക് തന്നെ വെള്ളമൊഴിച്ചു. തീ കെട്ട അടുപ്പ് പോലെയായി സോഗ്. ഉള്ളിലെ തീയെല്ലാം അണഞ്ഞു പോയി. ഇപ്പൊ പുക മാത്രമേ വരുന്നുള്ളൂ. പെട്ട് പേള് അങ്കിളിന്റെ മനസ്സ് മാറ്റാനായി അവർ പണ്ട് കളിക്കാറുള്ള കളി കളിക്കാൻ തുടങ്ങി. അതിൽ മനസ്സുമാറിയ അങ്കിൾ മരുന്ന് കഴിക്കാനും സമ്മതിച്ചു. ഫസ്റ്റ് സ്പൂണിൽ അങ്കിൾ ഇരിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ സ്പൂണിൽ മുഖത്തുണ്ടായിരുന്ന ഓറഞ്ച് നിറമെല്ലാം മാറി. മൂന്നാമത്തെ സ്പൂണിൽ ദേ അങ്കിള് ഡാൻസ് കളിക്കുന്നു. അങ്കിൾ അവളോടായി പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ് മോളെ, നീ ഒരു രാജ്ഞി എന്നതിലുപരി നീ ഒരു ഡോക്ടറും കൂടിയാണ്. നിന്റെ ആവശ്യം എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള പലവർക്കും ആവശ്യമാണ്. രാജാവ് പേള് ഒരു നല്ല ഡോക്ടറാണെന്ന് അംഗീകരിക്കുന്നു. അവർ പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ രണ്ടുപേരെയും സൈനികർ കെട്ടിയിട്ട അവസ്ഥയിലാണ്. രാജാവ് അവരുടെ കെട്ടയക്കാൻ പറയുന്നു. എന്നിട്ട് മൂവർ സംഘം വീണ്ടും രാജാവിന്റെ സമ്മതത്തോടെ പറന്നുയരുകയാണ് ഉയരങ്ങളിലേക്ക്. അവസാനമായി കാണിക്കുന്നത് രാജാവ് ആദ്യം പറഞ്ഞ ഫ്രെയിമിൽ രാജ്ഞിയായി കിരീടം ധരിച്ച പേളിനെയല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂവർ സംഘത്തിലെ ഡോക്ടർ പ്രിൻസസ് പേളിനെയാണ്. മുത്തശ്ശിക്കഥ ഇവിടെ അവസാനിക്കുകയാണ്. മുത്തശ്ശിക്കഥയുടെ അവസാനം ഒരു
ഗുണപാഠം കേട്ടാലോ? നമ്മൾ ഏത് രാജ്ഞിയുടെയും രാജാവിന്റെയും മകളാണെങ്കിലും നമുക്ക് ഒരുപാട് സ്വത്തുണ്ടെങ്കിൽ കൂടി നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. അതിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ എന്നുമില്ല. നമ്മൾ സ്വന്തം അധ്വാനത്തിൽ സ്വന്തം കാലിൽ നിന്ന് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തണം. എനിക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായ ഗുണപാഠം ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണപാഠം മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഈ കഥ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.